നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രദർശന വിപണന മേള മെയ് 17 മുതൽ 23-ാം തീയതി വരെയുള്ള വിശേഷങ്ങളാണ്. കനകക്കുന്ന് കൊട്ടാരത്തിൽ അതിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ. സംഗതി ഇൻവെസ്റ്റ് കേരള നടക്കും അല്ലേ. 2016 മുതലുള്ള വിശേഷങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കവാടത്തിൽ. 2016 കേരളം കർമ്മ പദ്ധതി, ആർദ്രം 2017 കേരള ഇൻഫ്രാസ്ട്രക്ചർ, 2018 വിശേഷങ്ങൾ, 2019, 2020 എൻ്റെ ഭൂമി കേരള സർക്കാർ 2020 അല്ലേ, നവകേരളം 2016. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. 2021 സംഭവിച്ചു. ക്ഷേമ പെൻഷനുകൾ 1600 രൂപയിൽ 62 ലക്ഷം പേർക്ക്. 2022 2023 കെ സ്റ്റോർ അല്ലേ. 2024 2025 വിശേഷകാലം മോഡേൺ ടൗൺഷിപ്പ്, വയനാട് സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുന്നിലാണ്. വിശേഷങ്ങളിലേക്ക് ഉള്ളിലേക്ക് കിടക്കാം. ഇതാണ് വഴി. ഈ വഴി നമ്മളിങ്ങനെ അകത്തോട്ട് കടക്കുന്നു. ഇങ്ങനെ ഓരോന്ന് കണ്ട് ഇങ്ങനെ പോകാം. അപ്പോൾ സമയം എത്ര മണിയായി? 5:45. തിരക്ക് കുറവാണ്. പക്ഷേ അവധി ദിവസം അല്ലാത്തത് കൊണ്ട് തിരക്ക് കുറവാണ്. ഇനിയിപ്പോൾ തിരക്ക് കൂടിക്കോളും. അപ്പോൾ കനകക്കുന്ന് കൊട്ടാരത്തിലേക്കുള്ള വായികയിൽ ഇങ്ങനെ സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നു. എന്തായാലും സജീവമായി കൊണ്ടിരിക്കുന്നു. ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കയറി ഓരോ വിശേഷങ്ങളും കണ്ടു മടങ്ങാം. കണ്ട വേസ്റ്റ് പേപ്പർ കൊണ്ടുള്ള വിശേഷങ്ങൾ വേണ്ട. ഡ്രാഗണാ, ഡിനോസറാ. അതുപോലെ തന്നെ വേസ്റ്റ് കുപ്പി കളക്ട് ചെയ്ത് അതുകൊണ്ടും രൂപം ഉണ്ടാക്കി. എന്തൊക്കെ പരിപാടികളുണ്ട്. വേസ്റ്റ് ബോക്സ്, പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് എന്തെല്ലാം കലാരൂപങ്ങളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെടികൾ പറിക്കരുത്, പണി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവിടെയൊക്കെ വേറെ വിശേഷങ്ങൾ, ഇങ്ങനെ സംഗീതം ഒക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് കണ്ട, അതാ നീരാളി, അതുമുണ്ട് കേട്ടാ. എന്താണ് IAB സെൽഫി പോയിൻ്റ് അല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജീൻ്റെ സെൽഫി പോയിൻ്റാണ്. അപ്പുറത്താണ് നമ്മൾ ആ നീരാളി കണ്ടത്. ഇവിടെ ഉണ്ടല്ലോ ബട്ടർഫ്ലൈ. കണ്ട, നമ്മൾ വെറുതെ ഉപേക്ഷിച്ച് കളയുന്ന സാധനം കൊണ്ട് എന്തൊക്കെ നല്ല സാധനങ്ങൾ ഉണ്ടാക്കാം എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ ആക്രി എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന സാധനം കൊണ്ടേ ഇതേണ്ട് ഒരു സൂപ്പർ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, അടിപൊളി. ഇവിടെ പോയാലൊരു പട്ടി ഉണ്ടാണല്ലേ. പട്ടിയില്ലാതെ എന്ത് കയറണം. അങ്ങനെ കനകക്കുന്ന് സജീവമായി. അവിടെ പോയാൽ പരിചയമില്ലാത്തവർക്ക് അവിടെ പോയി ചായ ഇല്ല, ആദ്യമായി വരുന്നവർക്ക് ഒന്ന് വിശദീകരിച്ചു. ഇവിടെ സ്ഥിരമായി കാണുന്നവർക്ക് ഇതൊക്കെ അറിയാം, എങ്കിലും അവിടെ പോയാൽ ചായ കുടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. കണ്ടുകൊണ്ടേ ഇരിക്കുക. നിശാഗന്ധി ഓഡിറ്റോറിയം അതുവഴി ഇതാ എല്ലാവരും ഷൂട്ടിങ്ങിൻ്റെ ബഹളത്തിലാണ്. അപ്പോൾ നമ്മൾ ആ ചായക്കടയിൻ്റെ അവിടെ എത്തി. താഴെ പോയാലും അവിടെ കലാപരിപാടികളൊക്കെ ലാവിഷായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഈ പടിക്കെട്ടിറങ്ങി താഴെ പോയാലും കാഴ്ചകളൊക്കെ കാണാം.
മാറ്റേണ്ടത് തൊലിയുടെ നിറമല്ല. വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ സംരക്ഷണ യൂണിറ്റ് തിരുവനന്തപുരം. ഈ ചിരി മായാതിരിക്കാൻ വിഷമഘട്ടത്തിലിരിക്കുന്ന കുട്ടികളെ കണ്ടെത്തിയാൽ ചൈൽഡ് ഹെൽപ്പ് ലൈനിലെ സൗജന്യ ഫോൺ നമ്പറായ 1092 വിളിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. ശിശു ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്. വനിതാ ശിശു വികസന വകുപ്പ് ക്രഷ് എങ്ങാണോ ഓരുടെ കാഴ്ചകളൊക്കെ ശരിയുണ്ട്. എഴുതാരപ്പം ഇന്ദ്ര മനുഷ്യരുണ്ട്. കേരള അഗ്നി രക്ഷാസേന സേവന വകുപ്പ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ബ്രാഞ്ചസ്. ഇതെന്നാ ഫയർ ഫിറ്റിംഗ് എക്യുപ്മെന്റ്സ് ആണ്. ഹോസ് ഫിറ്റിംഗ്സ്, ഫിക്സഡ് മോണിറ്റർ. ഇതിന്റെ ശ്വാസം കിട്ടാത്ത അവസ്ഥ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇതിന്റെ ചുണ്ടിന്റെ ഭാഗം, ഇതിന്റെ മുഖത്തിന്റെ ഭാഗമൊക്കെ നിറം മാറും. എന്ത് നിറമാവും? ആദ്യം പിങ്ക് കളറാവും, അത് കഴിഞ്ഞിട്ട് നീല കളറാവും. എങ്ങനെയാണ്? ഇതിന് ഓക്സിജൻ ശരീരത്തിൽ കുറയുന്നതിന്റെ ഫലമായിട്ടാണ് ഈ നിറ വ്യത്യാസം വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ 3 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കഴുത്ത് വച്ചിട്ടുണ്ടാവോ? ഇല്ല. അപ്പോ കുഞ്ഞിന്റെ മുഖം സപ്പോർട്ട് ചെയ്ത് തുറന്നിരിക്കുന്ന രീതിക്ക് നമ്മള് മുഖത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ചരിച്ചു പിടിക്കുകയോ ചെയ്യാം. ഇങ്ങനെ ചരിക്കുമ്പോൾ സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പാനിക് ആവുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പോ വിളയുമ്പോഴത്തേ നമ്മളെ കയ്യിൽ വെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ കയ്യില് ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, കാല് ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞിന് അനങ്ങാൻ പറ്റുമോ? അനങ്ങാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നുകിൽ നമ്മൾ നിന്നോണ്ട് ഈ പൊസിഷൻ, അല്ലെങ്കിൽ ഇരുന്നോണ്ട് ഈ ഒരു പൊസിഷനിൽ കുഞ്ഞിനെ വെച്ചതിന് ശേഷം 1 2 3 4 5, അല്ലെങ്കിൽ നിന്നോണ്ട് തന്നെ കുഞ്ഞിനെ 1 2 3 4 5 5 ബാക്ക് ഫ്ലോ എടുക്കുക. നമ്മൾ ഓരോ പ്രാവശ്യം തട്ടുമ്പോഴും ഈ ചെറിയ വായിൽ വിഴുങ്ങിയ സാധനം പുറത്ത് കളയുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക. പുറത്ത് കളഞ്ഞു പുറത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ റിക്കവറി പൊസിഷനിൽ കിടക്കുക. റിക്കവറി പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു സൈഡ് ചരിച്ച് റിക്കവറി പൊസിഷനിൽ കിടക്കുക. അതായത് ഇനി കുഞ്ഞ് ഛർദ്ദിക്ക് എന്തെങ്കിലും ചെയ്താലും കുഞ്ഞിന്റെ വായിൽ വരുന്ന ഒരു സാധനം കുഞ്ഞ് തിരിച്ച് ശ്വസിച്ചകത്ത് കയറ്റാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു പൊസിഷനാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയാം. കഴുത്തിന് തലയ്ക്ക് സപ്പോർട്ടുണ്ട്, നമ്മുടെ ബോഡി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കൈ കൂടെ വയ്ക്കാം. ഇതാണ് റിക്കവറി പൊസിഷൻ. എപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് മാറി കഴിഞ്ഞാൽ റിക്കവറി പൊസിഷനിൽ കിടക്കുക. വീണ്ടും കുട്ടി ഛർദ്ദിച്ച് വിഴുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 5 ബാക്ക് ഫ്ലോ കൊടുത്തു. അതിൽ പുറത്ത് വന്നില്ല. അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നില്ല എങ്കിൽ നമ്മൾ തിരിച്ചു കിടത്തുക. തിരിച്ചു കിടത്തിയതിനു ശേഷം ഈ 2 നിപ്പിളിന്റെ ഇടയിൽ 2 വിരലുമുണ്ട്. 1 2 3 4 5. ഇത് ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഏതുവരെ ചെയ്യണം? പുറത്തേക്ക് വരുന്നത് വരെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു കുഞ്ഞാണെങ്കിൽ ഈ പ്രായത്തിൽ ഈ കുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ കുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇതേപോലെ കയ്യിലെടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തില് നമ്മള് എന്ത് ചെയ്യും? നമ്മള് ആ കുഞ്ഞിന്റെ ഹൈറ്റ് അനുസരിച്ച് എന്ത് ചെയ്യാം? നമ്മള് മുട്ടുകുത്തി ഇരുന്ന് കുഞ്ഞിന്റെ ഹൈറ്റ് അനുസരിച്ച് മുട്ടുകുത്തി ഇരുന്ന് കുഞ്ഞിന്റെ കൊപ്പിളിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഇത് ആ ഒരു കുഞ്ഞാണെന്ന് കരുതിക്കൊള്ളുക. എന്താ വിഴുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കൊപ്പിളിന് മുകളിലായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ എന്റെ കൈ ശ്രദ്ധിക്കുക. കയ്യില് കമ്പ് അകത്തോട്ട് പിടിക്കുക, പെരുവിരൽ അകത്തോട്ട് പിടിക്കുക. 4 വിരലുകൊണ്ട് പെരുവിരല് പിടിച്ചതിന് ശേഷം കൊമ്പിന്റെ മുകളിൽ കൈ വെക്കുക.
കൈവച്ചതിന് ശേഷം ഇൻവേർട്സ് ആൻഡ് അപ്വേർഡ്സ്, എന്താണ് ആ ഉള്ളിലേക്കും മുകളിലേക്കും ഒരു ജെ ഷേപ്പിൽ ഇൻവേർട്സ് ആൻഡ് അപ്വേർഡ്സ് പ്രസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഒരു പ്രാവശ്യമല്ല, ഈ സാധനം നമ്മുടെ തൊള്ളിയിൽ പോയ സാധനം പുറത്ത് വരുന്നവരെ പ്രസ് ചെയ്യുക. 5 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ അടുത്ത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യിപ്പിച്ച് നിർത്തുക. ലീൻ ചെയ്യിപ്പിച്ച കുട്ടിയാണെങ്കിലും മുതിർന്ന ആളാണെങ്കിലും ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യിപ്പിച്ച് നിർത്തിയിട്ട് നേരത്തെ ചെയ്ത പോലെ ഈ ഷോൾഡർ ബ്ലേഡിന്റെ സെന്റർ ഭാഗത്ത് 1 2 3 4 5 വീണ്ടും 1 2 3 4 5 ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒന്നാമത്തെ ഒരു ഹോസ്പിറ്റലിലും എത്തിക്കാൻ പറ്റില്ല. 2 മിനിറ്റിന് ശ്വാസമില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇത് എല്ലാവരും പഠിച്ചിരിക്കുക. സംശയമുണ്ടോ? കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കൃഷിയുടെ വന്യജീവി ആക്രമണങ്ങളും പ്രതിരോധ മാർഗങ്ങൾ. കൃഷിയുടെ വന്യജീവി ആക്രമണ പ്രതിരോധ മാർഗങ്ങൾ: ജൈവവേലികൾ, മുള്ളുവേലി, കുടുക്കുവേലി, അടുക്കുവേലി, തേനീച്ചവേലി, മഞ്ഞൾ കൃഷി, ശബ്ദമുപയോഗിച്ചുള്ള മാർഗങ്ങൾ, ബയോ അക്വാറ്റിക്സ്, പോട്ട് ആൻഡ് സ്റ്റിക്ക്, ഫാൻ ആൻഡ് പ്ലേറ്റ്, AI സെൻസർ, റിഫ്ലക്ടർ, ഘ്രാണ വികർഷണികൾ, റെപ്പല്ലൻസ്. കിടങ്ങ്, ചങ്ങലവേലി, സൗരവേലി, ജൈവവേലി, ശബ്ദ നിയന്ത്രിത ഉപകരണം. ഇതൊക്കെ വെച്ചിട്ട് ഇതാണ് സംഗതി. കിടങ്ങ് സൗരവേലി, സോളാർ ഫെൻസിങ്, ചങ്ങലവേലി. ഇതാണ് ചങ്ങലവേലി. കിടങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ ഈ സൈഡ് അല്ലേ, ഇതാണ് കിടങ്ങ് വേലി. ഇതുപോലെ കുഴി ഒഴിച്ചിട്ട് ഇട്ടാലും കയറില്ലെന്നാണ് പറയുന്നത്. ഇതാണ് സൗരവേലി. അതിങ്ങനെ ഇതാണ് സൗരവേലി പറയുന്ന സംഗതി. അപ്പോൾ പുള്ളിയുടെ സാധനമാകാം. ഇതിലെല്ലാം ഉണ്ടല്ലേ? ഇങ്ങനെ ഒരു സംഗതി. കേര കർഷകൻ. നവകേരളം പുതുവഴികൾ. എന്നാണ് കേരള വനം വകുപ്പ്. അകത്തെന്താണ് പരിപാടി? കണ്ടു കളയാം. കൊള്ളാമല്ലോ സംഗതി. സംഗതി ഒന്നും ഒറിജിനൽ അല്ല എന്ന് മാത്രം, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പാമ്പ് ഭയമേ വേണ്ട, മൊബൈലിൽ സർപ്പ ആപ്പ് മതി. സർപ്പ ആപ്പ് നിങ്ങളുടെ ജീവന് സുരക്ഷയാകുന്നു. ഇതാണ് സർപ്പ ആപ്പ്. സർപ്പ ആപ്പിന് ഈ QR കോഡ് സ്കാൻ ചെയ്യും. കേരള വനം വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി സമഗ്രമായ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയം കേരള സർക്കാർ 2025 അംഗീകരിച്ചു. കേരളത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾക്കും സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുന്നതിനുള്ള മാർഗരേഖ. ചരക്ക് ഗതാഗതത്തിൽ പുതിയ ഗാഥകൾ രചിക്കുകയാണ്. പ്രവേഗ പെർട്ടാമിന മന്ദാലിക ഇന്റർനാഷണൽ സർക്യൂട്ട് ഏഷ്യ പസഫിക് ആൻഡ് മിഡിൽ ഈസ്റ്റ് ഷെൽ ഇക്കോ മാരത്തൺ. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടണിയിൽ തിരുവനന്തപുരം. അവരുടെ സംഗതിയാണല്ലേ. ഇനി സംസ്ഥാനത്തെ വിനോദസഞ്ചാരത്തിന് ദൂരങ്ങൾ തടസ്സമാണ്. പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിന്റെ
ചിരിപ്പോയി. ഒരു കളർ ചൂസ് ചെയ്യുക, എന്നിട്ട് ആ കളർ നോക്കി ഷൂട്ട് ചെയ്യുക. ആ കളറിൽ കിട്ടിയാൽ ഒരു സമ്മാനം. കേരള സംസ്ഥാന ഭാഗ്യക്കുരിയുടെ ഒരു ടെക്നിക്ക് പരിപാടിയാണിത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് തിരുവനന്തപുരം വെൽക്കംസ് യു. ഡെമോ ഏരിയ ഡയൽ 101. എത്ര തരം സംഭവങ്ങളാണ്. നോട്ട്സ് ആൻഡ് ലൈറ്റ്സ്, ഹാഫ് ഹിച്ച്, ഓവർ ഹാൻഡ് നോട്ട്, റീഫ് നോട്ട്, ഫിഗർ ഓഫ് 8, ബ്ലാക്ക് ഹോൾ ഹിച്ച്, ഡോ ഹിച്ച്, മിഡ്ഷിപ്പ്മാൻ ബെൻഡ്, ഡബിൾ ഷീറ്റ് ബെൻഡ്, സിംഗിൾ ഷീറ്റ് ബെൻഡ്, കാരറ്റ് ബെൻഡ്, ബോ ലൈൻ, റൗണ്ട് ഓൺ ആൻഡ് two hand hitch, claw hitch, timber hitch, sheet shank, running board, single sheet bend, chair knot, cat's paw, slippery hitch, fisherman hitch, waterman hitch, rolling hitch, bowling hitch. അപ്പോൾ എത്ര തരം കെട്ടിട്ടുണ്ടെന്നറിയാം. ഇതൊക്കെ എളുപ്പത്തിൽ കെട്ടാനും പറ്റും, പെട്ടെന്ന് അഴിക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ പരിപാടികൾ കേട്ടല്ലോ. അതെന്ത് പരിപാടി? ഇന്ന് വീണ പഠിക്കാം. കയറ് പിരിക്കുന്ന രീതിയിൽ വേണ്ട എന്തൊക്കെ പരിപാടികളാണ്. ഓ അവിടെ കാണാം. ഇങ്ങനെ കറക്കുമ്പോൾ കണ്ടല്ലോ. ഇവിടെ മാത്രം പിടിയിട്ടില്ല. ടെക്നിക്കാണോ? അല്ലമ്മ, ഈ സംഗതി ഇത് നിങ്ങൾ എങ്ങനെ ഇത് പിടിക്കുന്നത്? ഇതിങ്ങനെ വെറുതെ വെച്ചു കൊടുത്താൽ തന്നെ പോവോ? ആ അതെ. ഓ അതൊരു ടെക്നിക്കാണല്ലേ. ആ
വൈക്കം കയർ 160 മീറ്റർ 1 കിലോ. മുപ്പിരി കയർ 8 mm 12 mm. അഞ്ചുതെങ്ങ് കരം കയർ. ഇങ്ങനെയാണ് ഇത്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതെങ്ങനെ വെക്കുന്നത് നിങ്ങൾ? ആ കാല് വെച്ച് ചവിട്ടുമല്ലേ? അയ്യോ കണ്ടുകൂടാ. കാല്. ഓക്കെ. ഈ കാലിൽ വെച്ചുള്ള പരിപാടിയാണല്ലേ? ഒരു കാല് ചവിട്ടി താഴ്ത്തുമ്പോൾ ഇവിടെ ഓപ്പൺ ആവും അല്ലേ? ഇവിടെ. ഓക്കെ. ഇങ്ങനെ അടിക്കണം അല്ലേ? നൂലിടയ്ക്ക് കൂടെ വരും. അടുത്ത കാല് താഴ്ത്തുമ്പോ ഇങ്ങനത്തെ നൂലിക്ക് വരും. ഇത് ലോക്കായി. ഓക്കെ. അവിടെ ഒന്ന് ഇപ്പുറത്തും ഒന്ന് അപ്പുറത്തും അല്ലേ? ഒന്നിങ്ങനെ ഓരോന്നും ആയിരിക്കും വന്നോണ്ടിരിക്കും അല്ലേ? ഇതാണ് ബാലരാമപുരം കൈത്തറിയുടെ പരിപാടിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ ബാലരാമപുരം സെന്റർ. ഇതാണ് കൈത്തറി യന്ത്രം. ഇതുവഴിയാണ് നമ്മൾ സാരി, മുണ്ട്, സംഗതി എല്ലാം ഇങ്ങനെ വരുന്നത്. ഇദ്ദേഹമാണ് നമുക്കത് വിവരിച്ചു തന്നത്. യെസ്. ഇതാണ് പരിപാടി. കൈത്തറി എന്നതിൻ്റെ ഒരു ചെറിയ ഫോം കണ്ട നമുക്ക് ഗാന്ധിജി ഓർമ്മ വരും. പുള്ളി പണ്ട് ഇങ്ങനെ ചർക്ക ഇറക്കിയ ഒരു ഓർമ്മയുണ്ടല്ലോ. ഇതാണ് ചർക്ക, അരട്. അതിൻ്റെ ബാക്കി സംഗതികളൊക്കെയാണ് ഇതൊക്കെ. ഓക്കെ. ഇതിന് താഴെയായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു PVC പൈപ്പ് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഇവിടെ ഒരു LED ബൾബും വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വിൻഡോ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. വിൻഡോ ഗ്ലാസ് എന്ന് വെച്ചാൽ ഒരു സമയത്ത് തന്നെ ഗ്ലാസ്സായും മിററായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിതിൽ ഒരു ലെയർ മാത്രമാണ് LED ബൾബ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കിയേ, ഇത് കുറെ അച്ഛൻ വരെ കണ്ടുകൂടിയ സാറിന്. ഇല്ല എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആയിട്ട് കണ്ടുകൂടി. ഇതിന് അവസാനമുണ്ടോ? അവസാനം സാർ കാണുന്നുണ്ടോ ഇതിനെ? ഇല്ലല്ലോ. ഇതിനെ കാണാൻ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. ആദ്യത്തേതിന്റെ റിഫ്ലക്ഷൻ രണ്ടാമത്തേൽ അടിക്കുന്നു, രണ്ടാമത്തെ റിഫ്ലക്ഷൻ മൂന്നാമത്തേതും, അങ്ങനെ റിഫ്ലക്ഷൻ കടന്ന് പോവുകയാണ്. അതാണ് ഇതിന് കാരണം. എന്റെ പേര് അർച്ചന. ഞാൻ 7th ക്ലാസ്സിൽ പഠിക്കുന്നു. ഗവൺമെന്റ് UPS നിലയ്ക്കാമുക്കിലാണ് ഞാൻ പഠിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് വയല് കണ്ടിട്ടില്ല, പച്ചപ്പ് കണ്ടിട്ടില്ല എന്നൊന്നും പറയാൻ പാടില്ല. എന്നാലോ ഞാറ് നട്ടുവച്ചിട്ടുണ്ട്. ആ സാധനം വഴിയാണ് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നത്. അത് കറക്കിയ വെള്ളം. കേരള ടൂറിസം വകുപ്പിൻ്റെ മേളയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. വയലിൽ വെള്ളം പമ്പിൻ്റെ സാധനം പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കാണാൻ അറിയാമോ? പഴയ തലമുറയ്ക്ക് ഇത് കാണുമ്പോൾ രസമാണ്. പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല എന്നതാണ് സത്യം. പുള്ളിരാജ് അവിടെ കളിപ്പരിപാടിയാണ്. റൈറ്റ്. ഹോട്ടൽസിലൊക്കെ അവരെ ഇതിപ്പോ നമ്മള് ഇവരുടെ
അത്രയും ക്ലേ ആണല്ലേ? ഇത് വന്നിട്ട് പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിൽ ക്ലേ ഇങ്ങനെ വെച്ചിട്ടാണ്. ഇത് നമ്മള് ഇതിൽ കുറെ സ്ഥലത്ത് വർക്ക് ചെയ്യും, തീരുമ്പോൾ വേറെ പുതിയ ലോഡ് ചെയ്യും. ഓ, അങ്ങനെയാണ്. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ സംഗീതം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.